നമ്മൾ ഷിരൂരിലേക്ക് വീണ്ടും പോവുകയാണ്. അഞ്ജുവും ജിതിനും ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അവർ ഇപ്പോൾ ഡ്രഡ്ജറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡ്രഡ്ജറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ പല വസ്തുക്കളും കണ്ടെത്തിയിരുന്നു. മനാഫ് അത് പരിശോധിച്ചതിൽ നിന്നും ലോറിയുടേതെന്ന് സ്ഥിരീകരിക്കാവുന്ന ഏതാനും ചില ഭാഗങ്ങൾ മാത്രമാണ് കണ്ടതെന്ന് അറിയിക്കുകയുണ്ടായി. ജിതിനും അഞ്ജുവും ഇപ്പോഴും അവിടെ തുടരുകയാണ്. തെരച്ചിലിൻ്റെ പുരോഗതി ഉൾപ്പെടെ നോക്കുന്നുണ്ടായിരുന്നു. അവർ ഡ്രഡ്ജറിനടുത്തേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഇന്നിപ്പോൾ തെരച്ചിലിൽ കിട്ടിയ എന്തെങ്കിലും വസ്തുക്കൾ അർജുൻ്റെ ട്രക്കിൻ്റെ ഭാഗമായി ഉണ്ടോ എന്നത് അവർക്കും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അവർ അവിടെ തന്നെ ഷിരൂരിൽ തന്നെ തുടരുകയാണ്. ദീപക് മലയമ്മയുണ്ട് വിവരങ്ങളുമായി. ഏതായാലും ഷിരൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ദീപകിലേക്ക് എത്തേണ്ടതുണ്ട്. ഹൗസിംഗ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ നേരത്തെ ലഭിച്ചിരുന്നു. ആ ടയറുകൾ പക്ഷേ അർജുൻ്റെ ട്രക്കിൻ്റേതല്ല എന്ന സ്ഥിരീകരണം നൽകി മനാഫ്. ഇന്നിപ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നടത്തിയ പരിശോധനയിൽ നിഗമനങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് CP4-ൽ കോണ്ടാക്ട് പോയിന്റ് 4-ൽ തന്നെയാണ് ട്രക്ക് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇന്ദ്രപാലനുള്ളത്. അത് കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തണം. കൃത്യമായി സ്പോട്ട് ചെയ്യുന്നതിന് സഹായകരമായ രീതിയിലുള്ള പരിശോധനകൾ നടത്തുന്നു എന്നാണ് ഇന്ദ്രപാലൻ പറയുകയും ചെയ്തത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോൾ ഡ്രഡ്ജറിൽ എത്തിയിരിക്കുകയാണ് അർജുൻ്റെ സഹോദരി അഞ്ജുവും സഹോദരി ഭർത്താവ് ജിതിനും. AK അഭിലാഷ് ഉണ്ട്. അഭിലാഷ്, എന്താണ് ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ? അഞ്ജുവും ജിതിനും ഉൾപ്പെടെയുള്ളവർ അവിടെ ഡ്രഡ്ജറിൽ എത്തിയിരിക്കുകയാണ്. ലഭിച്ച വസ്തുക്കളിൽ എന്തെങ്കിലും അർജുൻ്റേതായി ഉണ്ടോ എന്നുള്ള പരിശോധന അല്ലെങ്കിൽ അതൊന്ന് ഉറപ്പിക്കുക എന്നതായിരിക്കണം അവർ ലക്ഷ്യമിടുന്നതല്ലേ? വിനീത, അല്പസമയങ്ങൾക്ക് മുമ്പാണ് കാർവാർ MLA സതീഷ് സൈനി MLAയും അതോടൊപ്പം തന്നെ SP-യും ഇവിടേക്ക് എത്തിയത്. അതിനുശേഷം അഞ്ജുവിനെയും അതോടൊപ്പം തന്നെ ജിതിനെയും ആ ഭാഗത്ത് നോക്കി നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് കൂട്ടി കാറിൽ കൊണ്ടുപോയി താഴെ കൊണ്ടുപോയതിനു ശേഷം ഇപ്പോൾ NDRFൻ്റെ ഡിങ്കി ബോട്ടിൽ കയറ്റി ഇപ്പോൾ ഈ ഡ്രഡ്ജിൻ്റെ അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇന്ന് കണ്ടെത്തിയ ചില വസ്തുക്കളുണ്ട്. അതായത് ബാഗ്, അതോടൊപ്പം തന്നെ തുണിത്തരങ്ങൾ. ഇതൊക്കെ കണ്ട് അതിനെപ്പറ്റി ഒരു സ്ഥിരീകരണത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഞ്ജുവും ജിതിനും ഇപ്പോൾ ഡ്രഡ്ജറിലുണ്ട്. ഇന്ന് കിട്ടിയിരിക്കുന്ന വസ്തുക്കളൊക്കെ അവർ പരിശോധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഏതായാലും ഇന്ന് പ്രധാനമായും ലഭിച്ചിരിക്കുന്നത് ഈ വസ്ത്രങ്ങളും അതോടൊപ്പം തന്നെ ഒരു ഹാൻഡ് ബാഗ് അടക്കമുള്ള സാധനങ്ങളുമുണ്ട്. അതോടൊപ്പം തന്നെ ചില ഈ ട്രക്കിലെ ചില ഭാഗങ്ങളും കിട്ടിയിരുന്നു. നേരത്തെ മനാഫിനെയും ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിരുന്നു. അപ്പോൾ മനാഫ് പറഞ്ഞത് 90% വസ്തുക്കളും മറ്റേതോ വാഹനത്തിൻ്റെതാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ചില വാഹനങ്ങൾ ആംഗ്ലെയർ അടക്കമുള്ള ചില സാധനങ്ങൾ ഈ ഭാരത് ബെൻസിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മനാഫ് പറഞ്ഞിരുന്നു. അതോടൊപ്പം കയറടക്കമുള്ള വസ്തുക്കളും ഈ ഭാരത് ബെൻസിൻ്റെതാണ് എന്നാണ് മനാഫ് പറഞ്ഞത്. അതിൽ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അഞ്ജുവിനെയും അതോടൊപ്പം തന്നെ ജിതിനെയും ഈ ഡ്രഡ്ജറിലേക്ക് കൊണ്ടുവന്ന് ഈ കാര്യങ്ങളൊക്കെ കാട്ടിക്കൊടുക്കുകയും ഈ കാര്യത്തിലൊരു സ്ഥിരീകരണത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമവും നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ഇതുപോലെ തെരച്ചിലെ 4-ാം ദിവസമാണ്. ഈ 4-ാം ദിവസം ആദ്യഘട്ടത്തിൽ തന്നെ 3 ദിവസമായിരുന്നു കരാറുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരച്ചിൽ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള കാര്യങ്ങളൊക്കെ അവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം കൂടിയായിരിക്കും ഇപ്പോൾ നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും ഇതിപ്പോൾ കാർവാർ MLAയും അതോടൊപ്പം തന്നെ SP അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ കളക്ടർ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് എത്തുമെന്നും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ദ്രപാലൻ ഇവിടെ എത്തുകയും നേരത്തെ തന്നെ കോണ്ടാക്ട് പോയിന്റ് 4 കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിൽ വേണമെന്നുള്ളൊരു നിർദ്ദേശമാണ് നേരത്തെ നൽകിയിരുന്നത്. ഇപ്പോൾ ഈ നാവികസേന കണ്ടെത്തിയിരുന്ന സ്ട്രോങ്ങസ്റ്റ് പോയിന്റായ 1-2 കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ നടക്കുന്നു. ആ തെരച്ചിലിന് ശേഷം ആ ഭാഗത്തെ അതായത് CP4-ലേക്ക് തെരച്ചിൽ നടത്താമെന്നുള്ളൊരു നിർദ്ദേശമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ മനാഫിനെയും അതോടൊപ്പം തന്നെ ജിതിൻ്റെയും അഞ്ജുവിനെയും ഒക്കെ ഈ ഡ്രഡ്ജറിൽ എത്തിച്ചുകൊണ്ട് ഇന്ന് കണ്ടെത്തിയ സാധനങ്ങൾ ഏതൊക്കെ ഇതിൽ സ്ഥിരീകരിക്കാൻ കഴിയുമോ, അർജുൻ്റെ ഏതെങ്കിലും വസ്തുക്കളുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണത്തിന് വേണ്ടി ഇവരെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ഏതായാലും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പ്രധാനമായും നാളെയും മറ്റന്നാളും ഈ കാർവാർ ഈ മേഖലയിൽ അതായത് ഷിരൂർ മേഖലയിൽ കനത്ത മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഡ്രഡ്ജർ എത്രത്തോളം സാധ്യമാകുമെന്നുള്ളൊരു ആശങ്ക ജില്ലാ ഭരണകൂടത്തിനുമുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണോ ഇപ്പോൾ നടക്കുന്നതെന്നുള്ള സംശയം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. ശരി, AK അഭിലാഷ്, ദീപക് മലയമ്മയുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷിരൂരിൽ നിന്ന് അഞ്ജുവും, അതായത് അർജുൻ്റെ സഹോദരി അഞ്ജുവും സഹോദരി ഭർത്താവ് ജിതിനും ഇപ്പോൾ ഡ്രഡ്ജറിൽ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ഡ്രഡ്ജിങ്ങിൽ കണ്ടെത്തിയ വസ്തുക്കൾ തിരിച്ചറിയാനുള്ളൊരു ശ്രമമാണ് അവർ നടത്തുന്നത്. എന്തെങ്കിലും വസ്തുക്കൾ അർജുൻ്റേതായി ഉണ്ടോ എന്നുള്ള പരിശോധനയാണ് അവർ നടത്തുന്നത്. നേരത്തെ മനാഫ് ഡ്രഡ്ജറിലെത്തി ഈ വസ്തുക്കളൊക്കെ തന്നെ പരിശോധിച്ചിരുന്നു. അർജുൻ്റെ വാഹനത്തിൻ്റെതായ ഏതാനും ചില ഭാഗങ്ങൾ ആംഗ്ലർ ഉൾപ്പെടെയുള്ളവ മാത്രമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത് എന്നാണ് മനാഫ് പറയുകയും ചെയ്തത്. ദീപക് മലയമ്മയുണ്ട്. ദീപക്,